UDF-ലെ തൃക്കരിപ്പൂർ സർപ്രൈസ് സ്ഥാനാർത്ഥി സന്ദീപ് വാര്യർ തന്നെ ന്യൂസ് 18നോടൊപ്പം ചേരുന്നു. തൃക്കരിപ്പൂർ മണ്ഡലമാണ്. തുടക്കത്തിൽ പുറത്തുനിന്നുള്ള ഒരാൾ വേണ്ട എന്ന രീതിയിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം മാറി വലിയ തോതിലുള്ള പ്രവർത്തനം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പം എങ്ങനെയാണ് തൃക്കരിപ്പൂരിൽ ഇന്നലെ വന്നിറങ്ങിയത് മുതൽ ഞാൻ അനുഭവിക്കുന്ന വലിയ ഒരു സ്വീകാര്യതയും സ്നേഹമൊക്കെ വാസ്തവത്തിൽ എന്നെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. വിവിധ വിഭാഗങ്ങളിലുള്ള ജനവിഭാഗങ്ങളിൽ നിന്നൊക്കെ വലിയ പിന്തുണ കിട്ടുന്നുണ്ട്. ഒപ്പം തൃക്കരിപ്പൂർ ഇവിടെ ഇടത് കേന്ദ്രങ്ങളൊക്കെ പ്രചരിപ്പിക്കുന്നത് പോലെ അവരുടെ ഏതെങ്കിലും ഒരു കോട്ടയായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇവിടെ ബഹുമാനായിട്ടുള്ള MP ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ 11,000-ഓളം വോട്ടിൻ്റെ ലീഡ് കൊടുത്തിട്ടുള്ള ഒരു നിയോജക മണ്ഡലമാണ് തൃക്കരിപ്പൂർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ തൃക്കരിപ്പൂർ ഇത്തവണ ഐക്യജനാധിപത്യ മുന്നണിക്കൊപ്പം ഉണ്ടാകുമെന്ന കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. ഒരു മാറ്റത്തിന് തൃക്കരിപ്പൂർ തയ്യാറായി കഴിഞ്ഞു. ഈ ഭൂമിശാസ്ത്രപരമായി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇടതിൻ്റെ ഉരുക്കു വോട്ടുകൾ എന്ന് പറയാം, കയ്യൂർ, ചീമേനി തുടങ്ങിയ സ്ഥലങ്ങളൊക്കെ. അവിടെ ഇപ്പോൾ തുടക്കമാണ്, പ്രചരണത്തിൽ ഇറങ്ങിയതേ ഉള്ളൂ. എങ്കിലും ജനങ്ങളിൽ നിന്നുള്ള ഒരു പ്രതികരണം ഞാൻ ഇന്നലെ വന്നതിന് ശേഷം ഈ നിമിഷം വരെ, ഇന്ന് രാവിലെ ഞാൻ ചീമേനിയിലായിരുന്നു. രാവിലെ മറ്റ് പല പ്രദേശങ്ങളിലൊക്കെ യാത്ര ചെയ്തു. പോകുന്നിടത്തൊക്കെ എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള എനിക്ക് കിട്ടിയിട്ടുള്ളൊരു ഭാഗ്യം എന്ന് പറയുന്നത് ജനങ്ങൾ അറിയുന്നയാളാണ്, അവർക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ടതില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അവരൊക്കെ വലിയ ആവേശത്തോടു കൂടി എന്നും വീട്ടിൽ കാണുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് ഒരു എല്ലാ ദിവസവും നിങ്ങളുടെ മാധ്യമങ്ങളിലൂടെ വരുന്ന ഒരാളെന്ന നിലയ്ക്കുള്ള ഒരു വലിയ സ്നേഹപ്രകടനം ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ട്. നോക്കൂ, ഈ കഴിഞ്ഞ ഒരു ദശകമെന്ന് പറയുന്നത് ഈ സർവീസ് ഇൻഡസ്ട്രിയുടെ ഏറ്റവും സുവർണ്ണ കാലഘട്ടമായിരുന്നു, അതായത് IT ഇൻഡസ്ട്രിയുടെ. പക്ഷേ ദൗർഭാഗ്യവശാൽ ഇവിടെ ചീമേനിയിലൊരു IT പാർക്കിന് വേണ്ടി ഭൂമി ഏറ്റെടുത്ത് അവിടെ ഒരു ശിലാസ്ഥാപനം നടത്തുന്നതിനപ്പുറം 100 ഏക്കർ സ്ഥലം ഏറ്റെടുത്ത് ഒന്നും നടന്നിട്ടില്ല. ഞാൻ അത്ഭുതപ്പെട്ടു പോവുകയാണ്. ഇത്രയും സർവീസ് ഇൻഡസ്ട്രിയുടെ ഏറ്റവും പുഷ്കലമായ കാലഘട്ടത്തിൽ പോലും വിഭാവനം ചെയ്തൊരു പദ്ധതി കൊണ്ടുവരാൻ സാധിക്കാതിരുന്ന ഒരു സർക്കാരും ഇവിടെ ജനപ്രതിനിധികളുമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ പറഞ്ഞു തെരഞ്ഞെടുപ്പെടുത്തപ്പോൾ അതിനെ കിൻഫ്രയ്ക്ക് കൊടുത്തുകൊണ്ട് അതിനൊരു ജനറൽ ഇൻഡസ്ട്രിയൽ പാർക്കാക്കി മാറ്റുമെന്ന് പറയുന്നു. അതിപ്പോഴാണ് അവർക്ക് തോന്നിയത്. അപ്പോൾ ഇതുവരെ ഒന്നും അവിടെ നടന്നിട്ടില്ല. അപ്പോൾ ഇപ്പോൾ അവിടെ തകർന്നു കിടക്കുകയാണ്. അതുപോലെ തൃക്കരിപ്പൂരിൽ അടക്കമുള്ള പല വിധത്തിലുള്ള ട്രാഫിക് ഇഷ്യൂസ് അടക്കമുള്ള പ്രശ്നങ്ങളുണ്ട്. ഇതിലൊന്നും ഒരു പരിഹാരം കണ്ടെത്താൻ കഴിയില്ല. പ്രത്യേകിച്ച് തൃക്കരിപ്പൂർ എന്ന് പറയുന്നത് നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ 2 മുഖ്യമന്ത്രിമാർ പ്രതിനിധീകരിച്ചിട്ടുള്ള മണ്ഡലമാണ്. ഒട്ടേറെ കരുത്തരായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ, ഇടതുപക്ഷക്കാർ ഇവിടുന്ന് ജനപ്രതിനിധികൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിനനുസരിച്ചിട്ടുള്ളൊരു വികസന പ്രവർത്തനം ഇവിടെ നടന്നിട്ടില്ല. ഈ കേരളത്തിലേക്ക് പോയാൽ എങ്ങനെയായിരിക്കും ഇത്തവണ, എത്ര സീറ്റുകൾ വിജയിക്കാനാവും, എങ്ങനെയായിരിക്കും ഭരണത്തിലേക്ക് സാധ്യത? അല്ല, കേരളത്തിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ ഒരു വലിയ മാൻഡേറ്റുള്ള സർക്കാർ അധികാരത്തിൽ വരാൻ പോവുകയാണ്. കഴിഞ്ഞ ഒരു ദശാബ്ദക്കാലത്തെ ഇടത് ദുർഭരണം കൊണ്ട് പൊറുതിമുട്ടിയിട്ടുള്ള ജനസമൂഹമുണ്ട്. സീറ്റ് ബൈ സീറ്റ് നമ്മൾ വെച്ച് നോക്കുന്ന സമയത്ത് തന്നെ 100-ലധികം സീറ്റുകളുമായി UDF അധികാരത്തിൽ വരാനുള്ള എല്ലാ സാധ്യതകളും നിൽക്കുകയാണ്. സംസ്ഥാനത്ത് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കും, UDF അധികാരത്തിൽ വരും. അതുപോലെ തന്നെ പാലക്കാട് ഉൾപ്പെടെ UDF വിജയിച്ചു വരുമെന്ന് തന്നെയാണ് സന്ദീപ് വാര്യർ വ്യക്തമാക്കുന്നത്. തൃക്കരിപ്പൂരിൽ വലിയ പ്രതീക്ഷയോടെയാണ് അദ്ദേഹം സ്ഥാനാർത്ഥിയുമായി മുന്നോട്ട് പോകുന്നതും. KV ബൈജു, ന്യൂസ് 18, കാസർഗോഡ്.